കൊള്ളാം, നല്ല കാര്യായി. എന്തായാലും മോൾ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, എന്റെ കൂടെ വാ. ആ സിംഹാസനത്തിൽ നിന്നും ഒന്ന് ഇറങ്ങിയിട്ട് വാ. മോളെ, മാമനെ നല്ലതുപോലെ കെട്ടിപ്പിടിച്ചിരുന്നോ കേട്ടോ, വിടണ്ട. അങ്ങനെ പിടിച്ചോ. പൊന്നെ പൊരുളെ കേറിയിരിക്ക് പിന്നിലെനിക്ക് തുണയായി. പൊന്നെ പൊരുളെ കേറിയിരിക്ക്, പൊന്നെ പൊരുളെ കേറിയിരിക്ക് പിന്നിലെനിക്ക് തുണയായി. മുന്നിൽ നീണ്ടുകിടക്കും പാതയിൽ കൊന്ന മരങ്ങൾ കുട നിർത്തി. പൊന്നെ പൊരുളെ കേറിയിരിക്ക് പിന്നിലെനിക്ക് എനിക്ക് തുണയായി. അടിമുടി അടിമുടി ആഭരണങ്ങളണിഞ്ഞു നർത്തനമാടുന്നു. അടിമുടി 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 ആഭരണങ്ങളണിഞ്ഞു നർത്തനമാടുന്നു. പരണ പുന്ന പരണ പുന്ന പാരിജാതം പാരിജാതം പരണ പുന്ന പാരിജാതം പകിടയുരുട്ടി പൂങ്കാറ്റ് പകിടയുരുട്ടി പൂങ്കാറ്റ്. പൊന്നെ പൊരുളെ കേറിയിരിക്ക് പിന്നിലെനിക്ക് തുണയായി. പൊന്നെ പൊരുളെ കേറിയിരിക്ക് പിന്നിലെനിക്ക് എനിക്ക് തുണയായി. നമുക്ക് വേണ്ടി വിശറികൾ നിർത്തി നാടും കാടും പെരുവഴിയും. നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി വിശറികൾ നിർത്തി നാടും കാടും പെരുവഴിയും. കുയിലും മയിലും കുയിലും മയിലും ഓടക്കാടും ഓടക്കാടും കുയിലും മയിലും ഓടക്കാടും കുഴലു വിളിപ്പൂ നിരനിരയായി കുഴലു വിളിപ്പൂ നിരനിരയായി. വീണ പൂവുകൾ പട്ടുവിരിച്ചു താണു പറന്നു തത്തമ്മ. വീണ പൂവുകൾ പട്ടുവിരിച്ചു വീണ പൂവുകൾ പട്ടുവിരിച്ചു താണു പറന്നു തത്തമ്മ. തലയിൽ പൂക്കൾ തലയിൽ പൂക്കൾ ചിതറി വിതറി ചിതറി വിതറി. തലയിൽ പൂക്കൾ ചിതറി വിതറി പൂമരമാകും പുതുവിശറി പൂമരമാകും പുതുവിശറി. പൊന്നെ പൊരുളെ കേറിയിരിക്ക് പിന്നിലെനിക്ക് തുണയായി. പൊന്നെ പൊരുളെ കേറിയിരിക്ക് പിന്നിലെനിക്ക് എനിക്ക് തുണയായി. മോളെ, എന്നെ ഇങ്ങനെ വഴിയിലിട്ടിട്ട് പോവാനാണോ കൂട്ടിയിട്ട് വന്നത്? ഞാൻ നിന്നെ കൂട്ടിട്ട് വന്നൊന്നുമല്ല. എന്നെ ഒന്നും ചെയ്തില്ല, ഞാൻ നിനക്ക് ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ. വെറുതെ ഇരുന്ന എന്നെ എന്റെ കൈക്ക് പിടിച്ച് കൂട്ടിയിട്ട് വന്നതല്ലേ?
ഒരു കൊച്ചുകുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട് അയ്യോ പാവം വിചാരിച്ച് കൂട്ടിക്കൊണ്ടു വന്നതാ ഇപ്പൊ എന്റെ തെറ്റായതല്ലേ? എന്റെ കൈക്ക് പിടിച്ചതല്ലേ, ഇനി ഞാൻ ഒരിക്കലും വിടില്ല. ഓടി വരണേ, ഓടി വരണേ, അയ്യോ കാളവണ്ടിക്കാരെ ഓടി വരണേ. എന്താ ഇത്? എന്താ ദമ്പതികൾ എന്താ വഴിയിൽ നിന്നൊരു പിടിയും വലിയും? വീട്ടിൽ സ്ഥലമൊന്നുമില്ലേ? അയ്യോ ദമ്പതികളൊന്നും അല്ല, ഞാനൊരു കുടുക്കി പെട്ടിരിക്ക. എവിടെ യക്ഷിയാ കണ്ടറിഞ്ഞൂടെ? യക്ഷിയോ? ഈ പെണ്ണിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. യക്ഷിയാണെങ്കിലേ കാല് ഭൂമിയിൽ തൊടില്ലല്ലോ. ഇപ്പൊ കാല് നിലത്ത് തൊടുന്ന തല യക്ഷിയിൽ ഇറങ്ങിയിട്ടുണ്ട്. മാധവേട്ടാ, ഇത് നമ്മുടെ തുരുത്തുമേലെ ശങ്കരനല്ലേ? അയ്യോ മാധവേട്ട, സത്യമായിട്ട് എനിക്കിതിനെ അറിയില്ല. ഏതാടാ ഈ പെണ്ണ്? വഴിയിൽ വെച്ച് കൂടെ കൂട്ടുമ്പോ ഇത് കൊച്ചുകുട്ടിയായിരുന്നു, പെട്ടെന്ന് വളർന്നങ്ങ് വലുതായി. എന്താ ശങ്കര നീ വിഡിത്തം പറയുന്നത്? ചെറിയ കുട്ടി വഴിയിൽ വെച്ചങ്ങ് വലുതായെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഇതെന്താ ബലൂണാ പെട്ടെന്ന് അങ്ങ് വലുതാകാൻ? ഇതൊക്കെ ഈ ശങ്കരേട്ടൻ വെറുതെ പറയാ. ശങ്കരേട്ടനോ? ആരാണ് നിന്റെ ശങ്കരേട്ടൻ? ശങ്കരേട്ട എന്നോട് നല്ലോണം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ, വിടണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ അമ്മ എന്തൊക്കെ തോന്നിയാച്ച പറയണേ. എന്റെ മാധവേട്ട, ഞാൻ ആദ്യമായിട്ടാ യക്ഷിയെ കാണുന്നത്. സത്യമായിട്ട് ഈ കുട്ടി ഇതിനു മുമ്പ് നീ കണ്ടിട്ടില്ല? അയ്യോ ഇല്ല, ഞാൻ എവിടെ വേണമെങ്കിലും സത്യം ചെയ്യാം. വെറുതെ യക്ഷിയും പ്രേതമെന്നൊക്കെ പറഞ്ഞ് ആളെ മെനക്കെടുത്താതെ മാധവേട്ടാ ഇതിനൊരു തീർപ്പുണ്ടാക്കി. ശങ്കര, തൽക്കാലം നീ ഇവളെയും കൂട്ടി വീട്ടിലേക്ക് പോകും. ഞങ്ങൾ നാളെ രാവിലെ വരാം. വന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. പിന്നെ എന്ത് കണ്ടിട്ടാ നീ ഇവളെയും കൂട്ടിട്ട് വന്നത്? ഞാൻ എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കി? വെറുതെ സമയം മെനക്കെടുത്താതെ രണ്ടിനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടാം. അതാ നല്ലത്. എന്താ? ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണേലും ഭേദം പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് തന്നെയാ. കുട്ടി നീ ഏതാ? ജഗന്റെ പുള്ളിയാന്നാ തോന്നുന്നത്. നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഇതിനെ? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോവാം. പക്ഷെ ഇവളെ ഒറ്റയ്ക്ക് എന്റെ അടുത്താക്കിയിട്ട് നിങ്ങൾ പോകരുത്. ശരി, സ്റ്റേഷനിലേക്ക് പോവാം. നിങ്ങൾ എവളെയും കൂട്ടിയിട്ട് വണ്ടിയിൽ പൊക്കോ. അതുകൊണ്ട് നിങ്ങളെല്ലാരും ഇപ്പൊ പോയിട്ട് നാളെ രാവിലെ വരും. ഇവരെ പെടുക്കട്ടെ. മാധവേട്ടാ, ഏതാടോ ഈ പെണ്ണ്? ഇത് എവിടുന്ന് നോക്കിക്കൊണ്ടുവന്നാ? സാറേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാ ഇവളെ കാണുന്നത് തന്നെ. ഇവൾ എന്റെ കൂടെ കൂടിയതാ. സാറ് തന്നെ എന്നെ ഒന്ന് രക്ഷിക്കണം. സാറേ, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്താടോ താൻ പറഞ്ഞേ? അത് ശരി, പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങൾ നിയമം പഠിപ്പിക്കാം. ആ തമ്പോ സാറേ, വളരെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ ഞങ്ങൾ ഈ പാവങ്ങളെ. നീയൊക്കെ എന്താടോ മനസ്സിൽ വിചാരിച്ചേ? ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കണ്ടോരൊക്കെ കൂട്ടി വരാൻ മാത്രം ജീപ്പായോടോ പോലീസ് സ്റ്റേഷൻ? എന്നാൽ അവരെ നാളെ രാവിലെ ഞങ്ങൾ കൂട്ടിയിട്ട് വരാം. ഇപ്പോ ഇവരെ കൂടെ കൂട്ടിയിട്ട് പോട്ടെ. എന്റെ പൊന്നു സാറേ, അവരുടെ തർക്കം തീർത്ത് അവരെ വേഗം കൊണ്ട് വിടണമെന്നേ ഞങ്ങൾ കരുതിയുള്ളൂ. എന്നാലേ നിങ്ങളെ കരുതലല്ല പോലീസ് സ്റ്റേഷന്റെ, നിങ്ങൾ കാണുന്നതല്ല പോലീസ് കാണുന്നത്. ഞങ്ങൾക്ക് ചില നിയമവും ചുറ്റിയൊക്കെ ഉണ്ട്, അത് മാതിരിയേ നടക്കുള്ളൂ. നാളെ സാറ് വന്നിട്ടേ ചോദ്യം ചെയ്യുന്നുള്ളൂ. എന്നാൽ അവരെ രാവിലെ ഞങ്ങൾ കൊണ്ടുവരാം. ഇപ്പൊ ഇവരെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ. അങ്ങനെ അങ്ങ് ചെയ്താ പോരെ സാറേ? എങ്കിൽ വലിയ ഉപകാരമാവും. അതെ സാർ. എന്താടോ തന്റെ ഒക്കെ ഭാവം? പോലീസ് മുറ വേണ്ടാന്ന് വെച്ചാൽ ജനം സമ്മതിക്കില്ല എന്നാ തോന്നണേ. തോന്നുമ്പോ കൂട്ടിയിട്ട് വരാനും കൂട്ടിയിട്ട് പോകാനും ഇതെന്താ തന്റെ അമ്മായിമ്മയുടെ വീടാ? സാറ് പറയണ മലയാളം തനിക്കൊന്നും മനസ്സിലാവുന്നില്ലോടോ. സാറേ, അത് പ്രായമായ പെൺകുട്ടിയല്ലേ, രാത്രി പോലീസ് സ്റ്റേഷൻ കിടത്താൻ അത്ര ശരിയല്ല. ദയവ് ചെയ്ത് അവളെ പറഞ്ഞയക്കൂ. ഓഹോ, ചെക്കനെ വരട്ടി പെണ്ണിനെ തട്ടാനാണ് ഭാവല്ലേ? ഈ പെണ്ണിനെ നിനക്കറിയൂ? ഇല്ലേ? ആ, എന്നാലേ എല്ലാവരും ഒന്ന് പോയട്ടെ, നാളെ രാവിലെ വന്നാൽ മതി. ഇന്ന് രാത്രി അവള് ഞങ്ങൾ അവളെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ആ സ്ഥലം കാര്യമൊക്കെ പോ കിട്ടോ. വേണ്ടാത്ത പണിയായി. നമുക്ക് തന്നെ പ്രശ്നം തീർത്താ മതിയായിരുന്നു. നീ ഏതാ പെണ്ണെ? ആ ശരി ശരി, ഇപ്പൊ രണ്ടുപേരും ലോക്കപ്പ് കിടക്കട്ടെ. നാളെ രാവിലെ സാറ് വന്ന ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും. അപ്പൊ എല്ലാരും ഇനി എന്തിനാ എല്ലാരും നോക്കിക്കണേ? എല്ലാരും പോവിൻ. മാധവേട്ട, എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാണോ? പാലേട്ട, വാസുട്ട, എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട. അതെ, പോകരുത്, നിങ്ങൾ പോകരുത്. സാരമില്ല ശങ്കര, ഇപ്പൊ തന്നെ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് നിന്റെ അമ്മയും കൂട്ടി നാളെ പുലർച്ചയ്ക്ക് തന്നെ ഞങ്ങളിങ്ങ് എത്താം. നീ പേടിക്കണ്ടെന്നേ, കാവലിന് ഇവിടെ ആളില്ലേ. നമുക്ക് പോവാം. സാറേ, എന്താ വേണ്ടത്? ഭക്ഷണം വാങ്ങി തരാനൊന്നും പറ്റില്ല. ഇവിടെ ഹോട്ടലൊന്നും ഇല്ല. വെള്ളം വേണോ? ഒന്നും വേണ്ട. എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് വരുമ്പോ ഈ വക പുലിവാലൊന്നും കരുതിയില്ലല്ലേ? ഞാൻ പറയുന്നത് സാറെങ്കിലും ഒന്ന് വിശ്വസിക്കണം. സത്യമായിട്ട് ഞാൻ ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്നതല്ല. വഴിയിൽ ഒരു കൊച്ചു കുട്ടി ഇരുന്ന് കരയുന്നത് കണ്ട് പാവം തോന്നിയിട്ട് ഞാൻ അതിനെ സൈക്കിളിൽ കയറ്റി കൊണ്ടുവന്നു. കുറച്ചു ദൂരം കഴിഞ്ഞ് ആ പടിഞ്ഞാറെ കയറ്റം കയറുമ്പോഴാ പിന്നിൽ ഭയങ്കര കനം തോന്നിയത്.
കയറ്റം അവസാനിച്ച് തിരിഞ്ഞു നോക്കിയപ്പോ ഈ പെണ്ണിനെയാ കണ്ടത്. സത്യമാ സാറേ ഞാൻ ഈ പറയുന്നത്. എന്താ തന്റെ പേര്? ശങ്കരൻ. ശങ്കരൻ കള്ളു കുടിക്കാറുണ്ടോ? ഇല്ല സാർ, ഞാൻ ഇതുവരെ അങ്ങനെയുള്ളൊന്നും കഴിച്ചിട്ടില്ല. പുകവലിക്കാറുണ്ടോ? ഇല്ല. വെറും പുകയല്ല, ഈ കഞ്ചാവ് മാതിരി? ഇല്ല സാർ, കാശ് ചെലവായാലോ എന്ന് വിചാരിച്ച് ഞാൻ ചായയും കാപ്പിയും പോലും കുടിക്കാറില്ല. അങ്ങനെ ചെലവാക്കാനുള്ള കാശൊന്നും എനിക്കില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും 4 പെങ്ങന്മാരും. 2 എണ്ണത്തിനെ കെട്ടിച്ചു വിട്ടു. ഇനി 2 പേരും കൂടിയുണ്ട്. ഒരു പെങ്ങൾ അടുത്ത ആഴ്ച പ്രസവത്തിനായിട്ട് വരും. ഇത്രയും പ്രാരാബ്ധങ്ങളുള്ള ഞാൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരുമെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? ശങ്കരൻ നാളെ ഇതെല്ലാം SI സാറിനോട് പറയും. അങ്ങേര് നല്ല മനുഷ്യനാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ശരി, താൻ എന്തിനാ ഇതിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? അയ്യോ, ഞാൻ കൂട്ടിയിട്ട് വന്നല്ല. പോയി നാളെ വന്നാ മതിയായിരുന്നില്ലേ? സാറേ, ഈ പെണ്ണ് ശരിയായ പെണ്ണല്ല. ഇവള് യക്ഷിയാ. ഇവക്ക് എന്റെ വീട്ടിലേക്ക് വരണമെന്നാ വിചാരം. അവിടെ പ്രസവിക്കാറായ എന്റെ പെങ്ങളും പ്രായം തികഞ്ഞ 2 പെൺകുട്ടികളും ഉണ്ട്. അവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപകടമാവുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. എടോ, ഈ കാലത്ത് എന്ത് യക്ഷിയും പ്രേതവും? ആ പെണ്ണിനെ സാധാരണ മനുഷ്യ പോലെ ലോക്കപ്പിലിട്ട് പൂട്ടിയില്ലേ? താൻ വെറുതെ പേടിക്കണ്ട, പോയി ഉറങ്ങാൻ നോക്ക്. ഞാൻ ഈ ഉമ്മറത്ത് തന്നെ ഉണ്ടാവും. മാധവ, നമ്മളൊരു മണ്ടത്തരവാ ചെയ്തതെന്ന് എന്റെ മനസ്സ് പറയണം. അതന്നെയാ പങ്കേട്ടാ ഞാനും ആലോചിക്കുന്നത്. എന്തായാലും തുരുത്തുമ്മല് പോയി അവന്റെ അമ്മയോടും പെങ്ങളോടും വിവരം പറയണം. ആ, താനെങ്കിലും അവിടെ നിൽക്കായിരുന്നു. ആ ശങ്കരൻ നല്ലോണം പേടിച്ച മാതിരി ഉണ്ട്. ഇനി ഇപ്പൊ തിരിച്ചു പോകാനൊന്നും പറ്റില്ല. വഴി കുറെ ദൂരം പോണം. ഇനി നാളെ രാവിലെ പോവാം. ക്ലോക്കിന്റെ സ്പ്രിങ് പോവാൻ കണ്ട നേരം രാത്രി 2 മണിക്ക്. ആറ് മണിയായിട്ട് ലൈറ്റ് ഒന്നും അണച്ചു കാണില്ലല്ലോ. ആളെവിടെ പോയത്? ഓ, ഇന്നലത്തെ കക്ഷികളായിട്ട് സംസാരിച്ച് സമയം പോയി കാണും. ആ, സുരേന്ദ്ര, സുരേന്ദ്ര, എന്തു പറ്റി? അതെ, അനീഷേ, കുറച്ച് വെള്ളം എടുത്തോണ്ട്. ഓ. ദേ, സുരേന്ദ്ര. ദാ. ആ, വിളി, വിളി. എവിടെ? അവിടെ സാറേ, ആ പെണ്ണ് സെല്ലിലില്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? സുരേന്ദ്ര, എന്താ ഉണ്ടായത് പറയൂ. സാറേ, ആ ശങ്കരൻ പറഞ്ഞത് സത്യമായിരുന്നു. ആ പെണ്ണ് യക്ഷിയായിരുന്നു. രാത്രി എന്തോ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നപ്പോ ഈ ക്ലോക്ക് 2 അടിച്ചു. പിന്നെ അത് നിർത്താതെ അടിക്കായിരുന്നു. സെല്ലിനുള്ളിലേക്ക് നോക്കിയപ്പോ ആ പെണ്ണിനെ കണ്ടില്ല. മുറി പൂട്ടിയ മാതിരി ഭദ്രായിരുന്നു. അപ്പോ ആ ശങ്കരന്റെ മുറിയിലേക്ക് ഞാനൊന്ന് നോക്കി. അവിടെ ഒരു അസ്ഥിയോടാ സാറേ ഞാൻ കണ്ടത്. എന്താ മോനത്? വാ നോക്കാം. കാറ്റ് പോയി എന്നാ തോന്നണത്. എന്തിനാ പെണ്ണ് എവിടെ പോയി സുരേന്ദ്ര? പാവം, അവൻ എന്നോട് പറഞ്ഞതായിരുന്നു അവൾ യക്ഷിയാണെന്ന്.